നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹെക്സിന്റെ NLP ടെക്നിക് സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണ ടെക്നിക്ക് എന്ന് പറയുന്നത് ഫെയിലിയർ ഇൻറ്റു ഫീഡ്ബാക്ക് പാറ്റേൺ എന്നാണ്. എന്ന് വെച്ചാൽ നമുക്കുണ്ടായ ഒരു ഫെയിലിയർ ഒരിക്കലും അത് ഫെയിലിയർ അല്ലാതെ ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എങ്ങനെ എടുക്കാം, ഒരു ഫെയിലിയറിനെ ഫീഡ്ബാക്ക് മാത്രമാക്കി എടുത്ത് നമുക്ക് ലോങ് ടൈമിൽ എങ്ങനെ സക്സസ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നതും ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് കുറെ കൂടെ ഹാർഡ് കോർ NLP ടേംസ് ആൻഡ് ടെർമിനോളജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ സീരീസിൽ NLP സീരീസ് കൂടെ റെഫർ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഇതിൽ വേണ്ടതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോവാം. ഇത് അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കാതെ കാണണമെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് ഫേമസ് ആൻഡ് ഇൻഫേമസ് ആൾക്കാരെ ഈ ഫെയിലിയറിനെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ് ആക്കിയതാണ്. അത് എങ്ങനെ ഒരു ആവറേജ് മനുഷ്യന് സാധിക്കും എന്ന് ടെക്നിക്കലി നമുക്ക് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റി എങ്ങനെ ടെക്നിക്കലി നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഒരു അറൌണ്ട് 8 സ്റ്റെപ്സോളം ഉണ്ട്. ആദ്യം ഇത് കണ്ട് പിന്നെ നിങ്ങളിത് ചെയ്യുക. കാരണം ഇത് കുറച്ച് എഫേർട്ട് ഇട്ട് നമുക്ക് സെഡിമെന്റ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത്, നമ്മൾ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുന്നു, നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം. നമുക്ക് എക്സാമ്പിൾ കൂടെ പോകാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ പ്രോബ്ലം. ആ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് അവരുടെ ഫിസിയോളജിയും റെപ് സിസ്റ്റം ആക്ടിവിറ്റിയും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്ന് വെച്ചാൽ പറയാം, ആദ്യത്തെ സ്റ്റെപ്പാണിത്. ആദ്യം നിങ്ങളൊരു പ്രോബ്ലം കണ്ടുപിടിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഡിഫീറ്റഡ് ആയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക. അവിടെ ഒരു ബിലീഫ് കാണണം, ഗോൾ കാണണം, കേപ്പബിലിറ്റി കാണണം. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ CCTV ക്യാമറ. ബിജു എന്നൊരാൾ CCTV ക്യാമറ സെയിൽസ്മാനാണ്. ഓരോ തവണയും കക്ഷി സെയിൽസ് ചെയ്യുന്ന, ഇത് സാങ്കല്പികമാണ് കേട്ടോ, പേരും എല്ലാം സാങ്കല്പികമാണ്. കക്ഷി ഓരോ തവണയും സെയിൽസ് ചെയ്യുന്നത് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കും. CCTVയുടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ട് കസ്റ്റമേഴ്സ് ഇംപ്രസ് ആയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അത് മേടിക്കും. അപ്പം അങ്ങനെയാണ് അങ്ങേര് ചെയ്തത്. പക്ഷേ അങ്ങേർക്ക് നല്ല പ്രസൻറ്റേഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല സെയിൽസും കിട്ടുന്നില്ല. ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ കേപ്പബിലിറ്റി എന്ന് പറയും. നമുക്ക് ഇതിൽ ഡ്രിൽ ഓൺ ചെയ്യാം. കേപ്പബിലിറ്റി എന്ന് പറയുന്ന പ്രസൻറ്റേഷൻ സ്കിൽസ്, ഗോൾ എന്ന് പറയുന്നത് മേക്കിംഗ് സെയിൽസ്. ഇതിനകത്ത് വരുന്ന ബിലീഫ് എന്ന് പറയുന്നത് ഐ കനോട്ട് ഡു ഗുഡ് പ്രസൻറ്റേഷൻസ്. അതാണ് അങ്ങേരുടെ ബിലീഫ്. ഇതാണ് നമ്മൾ ആലോചിക്കാൻ പോണ സിനാറിയോ. ഇതുപോലെ നിങ്ങൾക്ക് ഉള്ള സിനാറിയോ നിങ്ങൾ ആലോചിക്കുക. അതിന് കേപ്പബിലിറ്റിയും ഗോളും ബിലീഫും വേർതിരിച്ച് വെക്കുക. ആലോചിച്ച് വെച്ചാൽ കണ്ണുകൾ അടയ്ക്കുക. ക്ലോസ് യുവർ ഐസ്. 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എല്ലാ NLP ടെക്നിക്സിനും എപ്പോഴും ഡീപ്പ് ബ്രീത്ത് കണ്ണടച്ചിട്ട് എടുത്തിരിക്കണം. ഒരു 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിന് കാരണം എന്ന് പറയുന്നത്, ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ശാന്തമാകും. ബ്രീത്ത് ചെയ്യാൻ പറയുന്നത് കൂടുതൽ എഫക്റ്റീവ് ആണെങ്കിൽ ഇൻ ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് എക്സ്ഹെയിൽ ചെയ്യുക. ഇൻഹെയിൽ അതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് എക്സ്ഹെയിൽ ചെയ്യുക. അതാണ് കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. അത് പറഞ്ഞത് മാത്രം. ഇനി നമ്മൾ ആ പ്രോബ്ലത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ആ പ്രോബ്ലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഐ പൊസിഷൻ എങ്ങനെയാണ്, നമ്മുടെ ഫിസിയോളജി എങ്ങനെയാണ് എന്ന് വെച്ചാൽ ശരീരശാസ്ത്രം, സൈക്കോളജി അല്ല ഫിസിയോളജി, ശരീരശാസ്ത്രം എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് വേർക്കുന്നുണ്ടോ, നമ്മൾ വിറയ്ക്കുന്നുണ്ടോ, നമ്മൾ നെർവസ് ആയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ മാനറിസങ്ങൾ കാണിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ആലോചിക്കണം. ഇത് ആ ബിലീഫിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കുന്നത്. ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കനോട്ട് ഡു ഗുഡ് പ്രസൻറ്റേഷൻസ്. അത് വരുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ശരീര ചേഞ്ചസും ഐയുടെ പൊസിഷൻസും നോട്ട് ചെയ്യണം. അതിന് നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന പറയുന്നത് മിററിൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പറയുക, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊക്കെ ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ടും അത്ര നല്ലതായിരിക്കും, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇങ്ങനെ റിസൾട്ടിൻ്റെ ഈ ഒരു ബിലീഫിനെ കുറിച്ച് നമ്മൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് റെപ്രസെൻറ്റേഷൻ സിസ്റ്റം, അതായത് റെപ് സിസ്റ്റംസ് വെച്ചിട്ട് നമ്മൾ മെൻ്റൽ പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യുന്നു എന്നാണ്. റെപ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ വരും. VAKOG എന്നാണ് പറയുന്നത്. VAKOG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് സെൻസസ് എന്ന് പറഞ്ഞ പാർട്ടിൽ വരും. NLP സിസ്റ്റം സെൻസസ് എന്ന് പറഞ്ഞാൽ അതൊരു 5th ചാപ്റ്റർ ആയിട്ടാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 5th സെറ്റ് ഓഫ് പ്ലേലിസ്റ്റ് ആയിട്ട് അത് വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട. ഇത്ര മാത്രം ഓർക്കുക. വി എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്ക് മാത്രം ഇപ്പോൾ നോക്കിയാൽ വി എന്ന് പറഞ്ഞാൽ വിഷ്വൽ. എന്തൊക്കെ വിഷ്വൽ ചേഞ്ചസ് ആണ് നമുക്ക് അവിടെ കാണുന്ന അന്നേരം നമുക്ക് ഫീൽ ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി, എന്തൊക്കെ സൗണ്ടുകളാണ് നമ്മൾ കേൾക്കുന്നത്, എന്തൊക്കെ സൗണ്ടുകളാണ് നമുക്ക് അന്നേരം ഫീൽ ചെയ്യുന്നത്. കെ എന്ന് പറഞ്ഞാൽ കിനസ്തെറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിങ്സ്,
നമ്മൾ അന്നേരം നമുക്ക് കോൺഫിഡൻസ് ആണോ ഉണ്ടാകുന്നത്, നമുക്ക് ഡിഫിഡൻസ് ആണോ ഉണ്ടാകുന്നത്, നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്നുണ്ടോ, നമ്മൾ നെർവസ് ആകുന്നുണ്ടോ, എന്ത് ഫീലിങ്സ് ആണോ വരുന്നത് ആ ഫീലിങ്സ്. ഓക്കെ, അതും ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പൊസിഷൻസ് പല രീതിയിലായിരിക്കും. അതെന്താണ് ഇവിടെ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ടെക്നിക്ക് ചെയ്യാൻ മാത്രം ഡിസ്ക്രൈബ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ NLP സീരീസിൽ വരുന്നതായിരിക്കും. സ്റ്റെപ്പ് 2, ഈ പ്രോബ്ലമാറ്റിക് ബിലീഫിനെ റെപ്പ് സിസ്റ്റത്തിലെ കറസ്പോണ്ടിങ് ഐ പൊസിഷനുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമാജിനേഷൻ വെച്ചിട്ട് ഈ നമുക്കിപ്പോൾ കുറേ ഫീലിങ്സ് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ സംഭവിക്കുന്നു. അതായത് നമ്മൾ അവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു, നമ്മൾ അവരുടെ കയ്യടികൾ കേൾക്കുന്നു. ഐഡിയൽ കേസല്ല, നമ്മൾ അന്നേരം യഥാർത്ഥത്തിൽ ചെയ്യുമ്പോഴുള്ള കാര്യമാണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു, കസ്റ്റമർ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത് നമ്മൾ കേൾക്കുന്നു, നമ്മൾ ഫീൽ ചെയ്യുന്നു, നമ്മൾ ഡിഫിഡൻ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലതായിട്ട് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇതൊക്കെ ഇനി എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് പറയാം. അത് ക്യൂ സിസ്റ്റമാണ്. അത് വളരെ ബ്രീഫായിട്ട് പറയാം. അതാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ ചിന്തിക്കുമ്പോൾ NLP അനുസരിച്ച് നമ്മുടെ കൃഷ്ണമണി പല രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമണി പല രീതിയിലേക്കാണ് പോണത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷ്വലി കൺസ്ട്രക്റ്റ് ചെയ്ത ഇമേജ് ആണെങ്കിൽ ഇത് ഞാൻ കാണുന്നതല്ല, ഞാനൊരു മിറർ ഇമേജ് ആയിട്ട് കൂട്ടുക. ഇവിടെ കാണുന്ന ഇമേജ് ഒരു മിറർ ഇമേജ് ആയിട്ടാണ് നിങ്ങൾ കൂട്ടേണ്ടത്. അതായത് നിങ്ങൾ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ഇമേജ് വിഷ്വലി കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, ഓർത്തെടുക്കുക, കൃത്രിമമായിട്ട് നമ്മൾ ഒരു ഇമേജ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൃഷ്ണമണി ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് ടോപ്പിലേക്കായിരിക്കും ആദ്യം പോകും. നമ്മൾ ഒരു ഇമേജ് ഓർത്തെടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ടോപ്പിലേക്കായിരിക്കും ആദ്യം പോകുന്നത്. നമ്മളൊരു സൗണ്ട് നമ്മൾ കിനസ്തെറ്റിക് ഫീലിങ്സ് ആണ് വരുന്നതെങ്കിൽ റൈറ്റ് ബോട്ടം, നമുക്ക് നല്ല ഫീലിങ്സിനെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്, നല്ല ഫീലിങ്സ് ആണ് നമ്മൾക്ക് കൂടുതൽ വരുന്നതെങ്കിൽ റൈറ്റ് ബോട്ടത്തിലായിരിക്കും പോകുന്നത്. നമ്മൾ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണു പോകുന്ന റൈറ്റ് ബോട്ടത്തിലേക്കായിരിക്കും ആദ്യം പോകുന്നത്. നമ്മൾ ലെഫ്റ്റ് ബോട്ടത്തിലാണ് നമ്മൾ ഇന്റേണൽ ഡയലോഗ്സും ആത്മകഥകളും ഒക്കെ പറയുമ്പോൾ നമ്മുടെ നോട്ടം പോകുന്നത് ലെഫ്റ്റ് ബോട്ടത്തിലേക്കാണ്. നമുക്കിവിടെ പടമുണ്ട്, ആ പടം നോക്കി ഈ പടം കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ രീതിയിൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ഇത്രയും കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾ ഇപ്പം മനസ്സിൽ നേരത്തെ ആ ബിലീഫിൽ വന്ന പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യങ്ങൾ വിഷ്വൽ ആയിട്ടുള്ള സാധനമാണെങ്കിൽ എന്താ വേണ്ടേ, നമ്മൾ ആ ഡെലിബറേറ്റ്ലി നമ്മുടെ കണ്ണങ്ങോട്ട് കൊണ്ടുപോവുക. നമ്മൾ വിഷ്വലി റിമെമ്പർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഇമാജിൻ ചെയ്യുകയാണ്, ഞാൻ അവിടെ കൊണ്ടുവച്ചായിട്ട് ഇമാജിൻ ചെയ്തു. ഓഡിറ്ററി ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു ഇമാജിൻ ചെയ്തു. കിനസ്തെറ്റിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ചു. ഇങ്ങനെ ഒരു വലയത്തിൽ ഞാൻ ഇമാജിനറി ആയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓരോന്നായിട്ട് ഇവിടെ വെച്ചു. നമുക്ക് കൂടുതലും നിങ്ങൾക്കുള്ളത് കിനസ്തെറ്റിക് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ള ഡ്രിൽ ഡൗൺ ചെയ്തൊരു ഫീലിങ്സ് വരും. അപ്പം തന്നെ നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് പ്രശ്നങ്ങൾ അങ്ങ് മാറിക്കിട്ടും. ഇത് നമ്മുടെ ഫീലിങ്സ് ആണ്, എനിക്ക് ഇങ്ങനെയാണ് ഫീലിങ്സ്, ഇതാണ് എൻ്റെ ഡിഫറെൻറ്റ് ഫീലിങ്സ് എന്നുള്ള ഒരു സെഗ്രിഗേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു റിലീഫ് വരുന്നതാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല പോലും അത് മനസ്സിൽ വന്നിട്ടുണ്ട് ആ ഫീലിംഗ്. കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ സ്റ്റെപ്പ് 3യിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, ഇനി നമ്മളിപ്പം യഥാർത്ഥത്തിലുള്ള സാധനങ്ങൾ കണ്ടു, ഇനി നമുക്ക് എന്ത് വേണം, അതായത് ഈ ഫെയിലിയർ അല്ലെങ്കിൽ ഈ ഒരു ബിലീഫിൻ്റെ ഓവർകം ചെയ്ത ഐഡിയൽ ആയിട്ടുള്ള നമുക്ക് സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിൽ കാണണം. ആ ഒരു കേപ്പബിലിറ്റി, ഡിസൈഡ് ഗോളും ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ്. അതായത് നമ്മൾ സ്റ്റെപ്പ് 3 ആയിട്ട് ആ ഒരു ക്ലിയർ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. എന്തിൻ്റെ? ആ ഒരു കേപ്പബിലിറ്റിയുടെ ഒരു ക്ലിയർ ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നു. അത് എന്നിട്ട് അത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തെടുക്കുന്നു. ആദ്യം ഇപ്പം ഇമേജ് മാത്രം നോക്കുക. ഇമേജ് മാത്രം ഞാൻ വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു ഇമേജ് കണ്ടുപിടിച്ചു. ആ കേപ്പബിലിറ്റിയുടെ നല്ലൊരു ഇമേജ് കണ്ടുപിടിച്ച് കണ്ണുകളടച്ച് ഞാൻ കറസ്പോണ്ടിങ് സ്ഥലത്ത് കൊണ്ടുവച്ചു. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇമേജാണ്. അപ്പോൾ അത് എവിടെയാണ് വരേണ്ടതെന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. അത് ഞാൻ കൊണ്ടുവച്ചു.
ഞാൻ കൊണ്ടുവെക്കുകയാണ്. ഈ കൺസ്ട്രക്ടറാണ്. കൺസ്ട്രക്ടർ പറയുമ്പോൾ എവിടെയായിരുന്നേ? റൈറ്റ് ടോപ്പിൽ. എൻ്റെ കൈ മാറുന്നത് നോക്കണ്ട, അതിവിടെ സ്ഥലം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൈ പറയുന്നത്. നിങ്ങൾ ആ ഇമേജ് തന്നെ നോക്കുക. എൻ്റെ സ്ഥലം നോക്കണ്ട, ആ ഇമേജ് ഫോളോ തന്നെ കൃത്യമായിട്ട് ചെയ്യുക. ഞാൻ ആ വിഷ്വൽ കൺസ്ട്രക്റ്റഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് ടോപ്പിൽ ഞാൻ കൊണ്ടുവെക്കും. റൈറ്റ് ടോപ്പിൽ കൊണ്ടുവച്ചു എൻ്റെ കണ്ണ് ഞാൻ അവിടെ കൊണ്ടുവരുന്നു. അതെൻ്റെ ഐഡിയൽ കേസാണ്. എൻ്റെ യഥാർത്ഥ കേസസ് ലെഫ്റ്റ് ടോപ്പിൽ കിടക്കുന്നു. അത് ഞാൻ റിമെമ്പർ ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ്. അതിങ്ങനെ ഇരിക്കുന്നു. റൈറ്റ് ടോപ്പിൽ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത പോസിറ്റീവ് ഇമേജും ഇരിക്കുന്നു. അപ്പം ഇവിടെ പോസിറ്റീവായി. അത്രയും എത്തി നിൽക്കുക. ഇനി സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 നമ്മൾ കേപ്പബിൾ ഇമേജും ഫെയിലിയർ മെമ്മറീസും കൂടെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പോവാണ്. അതായത് ആ ഡിസൈഡ് കേപ്പബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് പ്രസൻറ്റേഷൻ സ്കിൽസ്, അതിൽ നല്ലപോലെ ഫോക്കസ് ചെയ്യുക. അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫീലിങ്സ്, കിനസ്തെറ്റിക് ചേഞ്ചസ്, നന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ പറഞ്ഞാൽ കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് ആയിരിക്കും വരുന്നത്. നല്ലപോലെ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ വരുന്ന കിനസ്തെറ്റിക് ഫീലിംഗ് മീൻ കോൺഫിഡൻസ്. പ്രൈഡ് വരാൻ ചിലർക്ക് ഹാപ്പിനെസ്, ഡിപ്പെൻസ്. അതങ്ങനെ ഏത് വന്നതിലും വന്നോട്ടെ, അത് വരുന്ന മനസ്സിലാക്കുക. അതിനുശേഷം അതിൻ്റെ കീഴിലുള്ളൊരു പോസിറ്റീവ് ഇൻറ്റൻഷൻ, മെയിൻ പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, ഒരു അൾട്ടിമേറ്റ് ബ്ലൂ പ്രിൻറ്റ്, ഒരു ഹോളിസ്റ്റിക് പോസിറ്റീവ് ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ CCTV ആണ് വിൽക്കുന്നത്. CCTV വെച്ച് കസ്റ്റമേഴ്സ് ഹാപ്പിയായി മേടിച്ചിട്ട് പോകുന്നു. കസ്റ്റമേഴ്സ് അത് വെച്ച് സെക്യൂർഡ് ലൈഫ് ആകുന്നവരുടെ, അവർക്ക് എല്ലാ കാര്യവും സെക്യൂർഡ് ആകുന്നു, അവർക്കെല്ലാം കാണാൻ പറ്റുന്നു. ഇതൊക്കെ മനസ്സിൽ കാണുക. നമ്മൾ ആത്മകഥൻ പറയുന്നത് ആലോചിക്കുക. ഇനി ഈ സാധനങ്ങൾ കിനസ്തെറ്റിക്കും ഓഡിറ്ററിയും വരുന്നുണ്ടല്ലോ, അത് കൊണ്ടുവന്നിടത്ത് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി മെമ്മറീസ് ഉണ്ട്, അതുപോലെ ഓൾറെഡി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളുണ്ട്. ആ ഫീലിങ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫീലിങ്സും ഇവിടെ മറ്റേ ഐഡിയൽ ഫീലിങ്സും കൂടെ വെക്കുക. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ളതിന് ഇമേജ് വെച്ചു. ആ പോസിറ്റീവായിട്ടുള്ള ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ, അതായത് റൈറ്റ് ടോപ്പിൽ നമുക്കിപ്പോൾ ഉണ്ട് പോസിറ്റീവായിട്ടുള്ള ഇമേജസ് ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? റൈറ്റ് ബോട്ടത്തിൽ കിനസ്തെറ്റിക് ഉണ്ട്. ആ കിനസ്തെറ്റിക് നമ്മൾ അവിടെ കൊണ്ടുവച്ചു. ലെഫ്റ്റ് ബോട്ടത്തിൽ ഓഡിറ്ററി ഉണ്ട്. നമ്മൾ ഈ പോസിറ്റീവ് ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ടും ഇവിടെ വെച്ചു. നമ്മളിത് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളിത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് 4th സ്റ്റെപ്പ്. ഇനി 5th എന്ന് പറഞ്ഞാൽ ഈ ഇതിനെയെല്ലാം നമ്മൾ നോർമലൈസ് ചെയ്യാൻ പോവാണ്. ഈ ഫെയിലിയർ എലമെൻസിനെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിങ്സ് ഉണ്ട്, മെമ്മറി ഉണ്ട്, സെൽഫ് ടോക്ക്, ഇതെല്ലാം നമ്മൾ നോർമലൈസ് ചെയ്ത് പോസിറ്റീവ് ആക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ഇമേജുമാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീലിങ്സുമാണ്. നമ്മുടെ യഥാർത്ഥ ഫെയിലിയറിനെക്കാളും കുറച്ചുകൂടെ ഒരുപടി മുകളിലാണത്. അത് മനസ്സിൽ അങ്ങനെയാണെന്ന് ബിലീഫ് വന്നിട്ടുണ്ട്. ഈ പോസിറ്റീവായിട്ട് വന്നതും നേരത്തെ ഉണ്ടായിരുന്ന മെമ്മറീസും തമ്മിൽ ഒരുപാട് വ്യത്യാസം കാണും. ഇതിൽ നല്ല ക്വാളിറ്റീസും മെമ്മറീസും കൂടെ മിക്സ് ചെയ്ത് ഒരു മൂവി പോലെ അങ്ങ് ചിന്തിക്കുക, ഒരു റിയലിസ്റ്റിക് ആയിട്ട്. ഇപ്പോൾ സുജിഹാറയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹമൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു പ്രസൻറ്റേഷൻ അങ്ങനെ ലൈവായിട്ട് അങ്ങ് കാണുമായിരുന്നു. പിറ്റേ ദിവസം നടന്നു പോയി പ്രസൻറ്റേഷൻ എടുക്കുന്നതായിട്ട് കൂട്ടും. അതുപോലെ നിങ്ങൾ CCTV, ഇപ്പോൾ ബിജു ആണേ, ബിജു വന്നിട്ട് CCTV ക്യാമറയുടെ ഒരു പ്രസൻറ്റേഷൻ, ലാപ്ടോപ്പ് തുറക്കുന്നു, പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഓരോ സ്ലൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, താങ്ക് യു മേടിക്കുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് ഫ്ലോ ടൈം ലൈനിലെല്ലാം ഫിക്സ് ചെയ്ത് പോസിറ്റീവ് ഫ്ലോ ഉണ്ടാക്കുന്നു. ആ ഫ്ലോ എന്ന് പറയുന്നത് യഥാർത്ഥ മെമ്മറീസ് വന്ന സാധനമുണ്ട്, ഐഡിയലായിട്ട് വെച്ച സാധനമുണ്ട്, എന്ന് വെച്ചാൽ റിമെമ്പർ ചെയ്തും കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഫ്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടാക്കുന്നു. ആ ഫ്ലോയിൽ നിന്ന് ഒരുപാട് ലേണിങ്സ് വരും, ഒരുപാട് വാർണിങ്സ് വരും, പല പല കാര്യങ്ങൾ വരും. ഇതെല്ലാം നമ്മൾ മനസ്സിൽ കൺസിഡർ ചെയ്യുന്നു. ഇനി പോസിറ്റീവ് ഫ്ലോ നമ്മൾ ഡിസൈഡ് ഗോളിൽ എത്തുന്നതായിട്ട് കാണുക. നമ്മൾ വേണ്ട എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുക, ഡിസൈഡ് ഗോളിൽ എത്തുന്നതായിട്ട് നമ്മളത് കാണുക. ഇനി എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ എടുത്തതെന്ന്, എന്തൊക്കെ സ്റ്റെപ്സാണ് പോസിറ്റീവ് ഗോൾ ആക്കാനുള്ളതെന്ന് നമ്മൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് മനസ്സിലായി എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് ഫ്ലോ ആണ് കാണുന്നത്. ഒറ്റയടിക്ക് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയല്ല, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. നമ്മൾ നല്ല ഫൗണ്ടേഷൻ ഇട്ട് മനസ്സിനെ വിശ്വസിപ്പിച്ച് പോസിറ്റീവ് ഫ്ലോ ആക്കുകയാണ്. ഇനിയും പറയുന്ന സ്റ്റെപ്പ് 6, അതും പറയുന്ന നമ്മളൊരു ആങ്കർ ഉണ്ടാക്കുകയാണ്. ആങ്കർ നങ്കൂരം ഉണ്ടാക്കുകയാണ്. അത് വീണ്ടും ഒരു NLP ടേമാണ്, ബ്രീഫായിട്ട് പറയാം. ആങ്കർ ഉണ്ടാക്കുകയാണ്. അത് ഈ പോസിറ്റീവ് റെഫറൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു
കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ വേറെ ഓർമ്മ വരും. അതായത് ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ ആരുടെയാണെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ഒരു റിലീഫ് വരും. വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയുടെ ഒരു സൗണ്ട് കേട്ട് മോനെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ മോളെന്ന് വിളിക്കുന്ന ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അയ്യോ അമ്മയെക്കുറിച്ചുള്ള ചിന്ത വന്നു, പെട്ടെന്ന് നമുക്കൊരു റിലീഫാണ് വരുന്നത്. അതിനാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിളി ആണ് ആങ്കർ. ആ വിളി നമ്മളെ വേറെ പലതിനെക്കുറിച്ചും ചിന്തിപ്പിക്കും. ആ വിളി വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ആങ്കേർഡായി, നമ്മളൊരു ഹാപ്പിനെസ്സിലേക്ക് ആങ്കേർഡായി. മനസ്സിലായോ? അത്ര ഇപ്പോൾ കൂട്ടുക, മനസ്സിലാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോണത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഫ്ലോ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ, ഈ പോസിറ്റീവ് ഫ്ലോയിലേക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആങ്കറിനെ കുറിച്ച് ആലോചിക്കുന്നു. അതും പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആങ്കറിനെ കുറിച്ച് ആങ്കർ എടുക്കാം. ഈ ആങ്കർ തന്നെ വേറൊരു ടോപ്പിക്കാണ്, NLP സീരീസ് വരും. ഇഷ്ടമുള്ളൊരു ആങ്കർ എടുക്കാം, ഈസി ആയിട്ട് എന്താ പറയുക, നമ്മളൊരു നല്ല പ്രസന്റേഷൻ ചെയ്തത് യെസ് എന്ന് പറയുന്നു ഒരു ആങ്കറാണ്. നിങ്ങൾ പണ്ട് മൈതാനത്ത് ഫുട്ബോൾ കളിച്ചപ്പോൾ ഗോൾ ചെയ്ത്, പെനാൽറ്റി കളിച്ച് ഷൂട്ടൗട്ട് ചെയ്ത്, ടീമിനെ ജയിപ്പിച്ച്, ക്യാരംസ് കളിച്ച് ടീം ജയിച്ച്, ചെസ് കളിച്ച് ടീം ജയിച്ചു. അന്നേരം നിങ്ങൾ ഒരു ചെറിയൊരു കാര്യം മതി, ചെറിയൊരു കാര്യം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഒരു കിക്ക് തന്ന ഒരു ചെറിയ കാര്യം മനസ്സിൽ ചിന്തിക്കുക. അത് ആണ് നമ്മുടെ ആങ്കർ. ആ ആങ്കർ നമ്മുടെ ഈ പോസിറ്റീവായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുക, മനസ്സിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ ഈ ആങ്കറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമുക്ക് ഇത് ട്രിഗർ ആയിക്കോളും. ഓക്കെ, അത് വലിയ കാര്യങ്ങളായിരിക്കണം എന്നൊന്നുമില്ല, ചെറിയ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് ചെയ്ത ആങ്കർ എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു റെഫറൻസ് അവിടെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണത്. അടുത്ത സ്റ്റെപ്പ്, 7ാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ആങ്കർ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. ഇനി അത് ട്രിഗർ ചെയ്യാൻ പോകണം, നമ്മുടെ ഗോളുമായിട്ട് ട്രിഗർ ചെയ്യാൻ പോകുന്ന ഒരു പോസിറ്റീവ് റെഫറൻസ് ഉണ്ടാക്കുകയാണ് എന്നുള്ളത്. ഒരു ട്രിഗർ ദ പോസിറ്റീവ് റെഫറൻസ്, അതാണ് 7th സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം. അതും പറയുന്ന ഈ ഡിസൈഡ് സ്റ്റേറ്റ്, നമുക്ക് വേണ്ട സ്റ്റേറ്റിനെ നമുക്കൊരു സിനസ്തേഷ്യ കൊടുക്കണം. സിനസ്തേഷ്യ പറഞ്ഞ് വീണ്ടും NLP ടൈമാണ്. സിനസ്തേഷ്യ പറഞ്ഞ് ഇത്ര മാത്രം മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെൻസുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നു. ഒരു സെൻസിൽ നിന്ന് വേറെ സെൻസിലേക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അമ്മയുടെ സൗണ്ട് കേട്ട് നമുക്ക് നന്നായിട്ട് തോന്നുന്നു. അപ്പം അമ്മയുടെ സൗണ്ട് കേട്ട് നമുക്ക് ഫീൽ ഗുഡ് വരുന്നു. അതാണ് സിനസ്തേഷ്യ. ഒരു കാര്യം കൊണ്ട് നമുക്ക് വേറൊരു സംഭവം ട്രിഗർ ആകുന്നു, ഒരു സെൻസ് ട്രിഗർ ആകുന്നുണ്ട്, അതിന് സിനസ്തേഷ്യ എന്ന് പറയും. അപ്പോൾ അതുപോലെ നമ്മൾ ആ പോസിറ്റീവ് ട്രിഗർ അവിടെ വെച്ചിരിക്കുന്നു. ഇനി ആ പോസിറ്റീവ് റെഫറൻസ് എപ്പോഴൊക്കെ നമ്മൾ ഈ ആങ്കറിനെ കുറിച്ച് ചിന്തിക്കുന്നു, നമുക്ക് പോസിറ്റീവ് ഗോളായിരിക്കും ട്രിഗർ ആകുക. ഞാൻ ക്യാറമിൽ റെഡ് കോയിൻ ഇട്ടു, അത് മനസ്സിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഇവിടെ പോസിറ്റീവ് ഗോൾ, സക്സസ്ഫുള്ളി ഞാൻ പ്രസന്റേഷൻ എടുത്ത ആണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഓക്കെ, വി ഷോർട്ടനായി, ഫുൾ ഷോർട്ടനായി. നമ്മൾ ഫുൾ ഫൗണ്ടേഷൻ ഇട്ടു, ഫുൾ ഇവിടെ പോയി എല്ലാ പ്രോസസ്സും ചെയ്തു. ഇപ്പം നമുക്ക് നട്ഷൽ മാത്രം ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്യാരം റെഡ് കോയിൻ ഇട്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ എനിക്ക് വരുന്ന ഫീലിങ്സ് സക്സസ്ഫുൾ പ്രസൻറ്റേഷൻ എടുത്തതിൻ്റെയാണ്. ഉള്ളിൽ വേണ്ട പാച്ച് വർക്ക്സും ഇതൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്നോളൂ. നിങ്ങൾക്ക് എപ്പം റെഡ് കോയിൻ ഇടുന്ന കാര്യം പറയുമ്പോഴും നിങ്ങളുടെ പ്രസൻറ്റേഷൻ സക്സസ് ആകുന്നുള്ള കാര്യം ഉറപ്പായി. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കിനി അടുത്ത ടെസ്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കി വരിക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണുക. ഇത് മനസ്സിലാകാതെ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. കാരണം NLPയിലെ ഒരുപാട് ടേംസും ഒരുപാട് പ്രിൻസിപ്പിൾസും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് NLP നല്ലപോലെ പഠിച്ചെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലാതെയും നമുക്കിത് ചെയ്യാം. പക്ഷേ വീഡിയോസ് നിങ്ങൾ പല പ്രാവശ്യം കാണണം. പക്ഷേ ഇത് വളരെ എഫക്റ്റീവാണ്. നമ്മൾ ഇത്രയും ചെയ്തു. ഈ ടെസ്റ്റ് ചെയ്യുന്നു. ഇത് സെയിം സാധനം നമ്മൾ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്യണം. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് എന്താ പറയുക, സക്സസ് ആകുന്ന നല്ലൊരു ഫ്രഷ് ഐഡിയ, നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഫ്രഷ് ഐഡിയ വേണ്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ലൊരു കൺസ്ട്രക്റ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ, ഇതും അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു സെൻസ് ഉള്ളപ്പോൾ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്നിട്ടും നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളപ്പോൾ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു പ്രാവശ്യം കൊണ്ട് നടന്നില്ലെങ്കിൽ പല പ്രാവശ്യം ചെയ്യുക. അവസാനം നമുക്കൊരു സ്റ്റേറ്റ് എത്തും. ഞാൻ അന്ന് ഫുട്ബോൾ കളിക്കാൻ ഞാൻ നല്ല മിടുക്കനാണ്, ഞാൻ അന്ന് ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ടീം ജയിച്ചു, അത് ആലോചിച്ചു, ഓക്കെ എനിക്ക് ഈ പ്രസൻറ്റേഷൻ നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ, എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്നു, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഓക്കെ, ഇത് കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ പേടിക്കണ്ട, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സംഭവം ചെയ്യാം. ഇതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്ത പ്രാവശ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കുമായിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. ബൈ ബൈ.